ഇന്ന് 21ാമത്തെ ക്വസ്റ്റ്യനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചർച്ച ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ യൂസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂസ് ആൻഡ് സർവീസ്, ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. ആ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് നമുക്കൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, വാല്യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിൽ യൂസ് വാല്യൂ ഉണ്ട്, നോൺ യൂസ് വാല്യൂ ഉണ്ട്. യൂസ് വാല്യൂവിൽ തന്നെ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ദെൻ ഡയറക്റ്റ് യൂസ് വാല്യൂവിൽ എക്സ്ട്രാക്റ്റീവ്, നോൺ എക്സ്ട്രാക്റ്റീവ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റില് നോൺ കൺസംറ്റീവ്, എയ്സ്തെറ്റിക്, അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് റിലീജിയസ്, ദെൻ എക്സ്റ്റെൻസീവിനകത്ത് കൺസെപ്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്, അതുപോലെ പിന്നെ നോൺ യൂസ് വാല്യൂ അതായത് പാസീവ് വാല്യൂ എന്ന് പറയും. അതിൽ എക്സിസ്റ്റൻസ്, റിക്വസ്റ്റ്, അതുപോലെ തന്നെ ഓപ്ഷണൽ. ഞാനിത് വായിക്കുന്നത് ടെക്സ്റ്റില് ബയോഡൈവേഴ്സിറ്റി വാല്യൂസ് ആൻഡ് സർവീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിനകത്ത് നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത്. ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം, അതിൽ ഓരോന്ന് എന്താണ് എന്നുള്ളത്. അതിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഡയറക്റ്റ് യൂസ് വാല്യൂ എന്നുള്ളതാണ്. ഡയറക്റ്റ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ നേരിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ്, അതായത് ഒരു മൂല്യം നേരിട്ട് നമുക്ക് കിട്ടുന്നു. ഒരു ഫുഡ് അല്ലെങ്കിൽ ടിമ്പർ, ഒരു തടി വിഭവം എന്ന് പറയുന്നത് നേരിട്ട് കൊണ്ട് കിട്ടുന്നതാണ്. ദെൻ രണ്ടാമത് മറ്റൊന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ദോസ് സർവീസസ് ദാറ്റ് സപ്പോർട്ട് ദ ഐറ്റംസ് ദാറ്റ് ആർ കൺസ്യൂംഡ്. അപ്പൊ ഒരു ബെനിഫിറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇക്കോളജിക്കൽ, എഡ്യൂക്കേഷണൽ, കൾച്ചറൽ ഒക്കെ ആയിട്ടുള്ള നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ് ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ എന്ന് പറയും. ഡയറക്റ്റ് യൂസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോകുന്നു, ഒരു മരമോ മറ്റൊക്കെ നമ്മൾ പറിച്ചെടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന്, ഫർണിച്ചർ ആവശ്യത്തിനോ മറ്റൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നേരിട്ടുകൊണ്ട് അവിടുന്ന് ഒരു വിഭവത്തെ എടുത്തുകൊണ്ട് വരുന്നു. അതാണ് പിന്നെ ഡയറക്റ്റ് യൂസ് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു ഫോറസ്റ്റിൽ പോയിട്ട് റിസർച്ച് ചെയ്യുന്നു, ഫോറസ്റ്റിലൊന്നും ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ പുറത്തു നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു. എത്തിക്കൽ വാല്യൂസ്, റിസർച്ച് വാല്യൂസ്. അപ്പം അതുപോലെ തന്നെ കൾച്ചറൽ, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്ന കൾച്ചറൽ വാല്യൂസ്, എയ്സ്തെറ്റിക് വാല്യൂസ്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഉദ്ദേശിച്ചത് കുറച്ചൊരു പരിചയമില്ലാത്തൊരു വാക്ക് ബെക്കസ്റ്റ് വാല്യൂ എന്നുള്ളതാണ്. അത് എൻവയോൺമെന്റിനെ, നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊരു ആശയം ഉണ്ടല്ലോ, ആ ആശയം തന്നെയാണ്. എൻവയോൺമെന്റിനെ വരുന്ന ഒരു തലമുറക്ക് കൂടെ നമ്മൾ ബാക്കിയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബെക്കസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. യൂസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പൊ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് അത് കിട്ടും. ബയോഡൈവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ യൂസ് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിൽ ഇവിടെ ഉണ്ടാകുന്നത്. നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ബെക്കസ്റ്റ് അതുപോലെ തന്നെ ഓപ്ഷണൽ എന്നൊക്കെ പറയുന്നത് അതിന്റെ ചെറിയ ചെറിയ വകഭേദങ്ങളാണ്. അപ്പം പൊട്ടൻഷ്യൽ വാല്യൂ, പൊട്ടൻഷ്യൽ യൂസ് ഇൻ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്ക് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്ന സെയിം കോൺസെപ്റ്റ് അത് തന്നെ പറയാം. അപ്പൊ അത് നോൺ യൂസ് വാല്യൂ ആണ്. രണ്ടാമത് പിന്നെ ഒന്നുള്ളത് എയ്സ്തെറ്റിക് വാല്യൂ എന്നുള്ളതാണ്. എയ്സ്തെറ്റിക് വാല്യൂ, എയ്സ്തെറ്റിക് വാല്യൂ എന്തുതന്നെയാണ്, പിന്നെ നമ്മളൊരു സൗന്ദര്യാത്മകത, പ്രകൃതിയെ ആസ്വദിക്കുക, അതായത് ഇതിനെ നമ്മൾ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന അതൊരു ഉപയോഗമാണല്ലോ. നമ്മൾ ടൂർ പോകുന്നു, അല്ലെങ്കിൽ പ്രകൃതി കാണാൻ വേണ്ടി പോകുന്നു, ഇതൊക്കെ നമുക്കൊരു സ്വാഭാവികമായിട്ടും അതിനെ ആസ്വദിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ആ ഒരു മൂല്യത്തെ നമ്മൾ പറയുന്ന എയ്സ്തെറ്റിക് എന്നുള്ളതാണ്, സൗന്ദര്യാത്മകമായിട്ടുള്ള മൂല്യം. ദെൻ ബെക്വസ്റ്റ് എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ ഡെഫിനേഷൻ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ദിസ് ഈസ് ദ വാല്യൂ പ്ലേസ്ഡ് ഓൺ പ്രിസർവിങ് ബയോഡൈവേഴ്സിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ എന്നുള്ളത് തന്നെയാണ്. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ബാക്കിയാക്കുക. എക്സിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നതും ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. പീപ്പിൾ പ്ലേസ് ഓൺ സിംപ്ലി നോയിങ് ദാറ്റ് അതർ സ്പീഷീസ് എക്സിസ്റ്റ്. അതായത് മനുഷ്യൻ മാത്രമല്ല ഇതിനകത്ത് ജീവിക്കുന്നത്, നമ്മളല്ലാത്തയും കുറെ ആളുകൾ ഇതിനകത്തുണ്ട് എന്നൊരു ബോധ്യം ഉണ്ടാവുക.
അപ്പം മനുഷ്യരില്ലാത്ത കുറെ ആളുകളെങ്കിലും ഇതിനകത്തുണ്ട് എന്ന് ബോധ്യം ഉണ്ടാകുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയുക എക്സിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. എസ്തെറ്റിക് എന്ന് പറയുന്നത് സൗന്ദര്യാത്മകം എന്ന് പറയുന്ന ആസ്വദിക്കുക. ആ എസ്തെറ്റിക് എന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല, നമുക്കത് ആ വാക്കിൽ നിന്ന് കിട്ടും. പിന്നെ ബെക്വസ്റ്റ് എന്ന് പറയുന്നതും ഇവിടെ എന്താണ് വാല്യൂ പ്ലേസ്ഡ് ഓൺ പ്രിസർവിങ് ബയോഡൈവേഴ്സിറ്റി ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. വരുന്ന ഒരു ജനറേഷന് വേണ്ടിയിട്ട് ഇതിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ദെൻ ഓപ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം അത് തന്നെയാണ്. ദിസ് റെഫേഴ്സ് ടു ദ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതിനകത്ത് ഇപ്പം ഈ മെഡിസിനൽ പോലത്തെ മെഡിസിനൽ അതുപോലെ തന്നെ ക്രോപ്സ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ന്യൂ മെഡിസിൻസ് അതൊക്കെ കണ്ടെത്താനും മറ്റൊക്കെ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളെ കുറിച്ച് ഒരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചില ഉപയോഗങ്ങൾ, അതിനാണ് നോൺ യൂസ് വാല്യൂസ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് യെസ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ യൂസ് വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ എക്സിസ്റ്റൻസ്, ബെക്വസ്റ്റ് ആൻഡ് ഓപ്ഷണൽ, ഇതാണ് നമ്മൾ നോൺ യൂസ് വാല്യൂവിൽ സാധാരണയായിട്ട് പറയാറുള്ളത്. ഇതെല്ലാം നമുക്ക് അതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇത് മൂന്നിനെയും വേണമെങ്കിൽ നിങ്ങൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു പാസീവ് വാല്യൂ ആണ്. നോൺ യൂസ് വാല്യൂ എന്ന് പറയുന്നിടത്ത് എക്സിസ്റ്റൻസ്, ബെക്വസ്റ്റ് ആൻഡ് ഓപ്ഷണൽ. ബെക്വസ്റ്റ് എന്ന് പറയുന്നത്, ഓപ്ഷണൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതും, ഇത് മൂന്നും എന്താണ് നിലവിൽ നമുക്ക് അതുകൊണ്ട് ഉപകാരങ്ങളില്ല. ദെൻ ഭാവിയിൽ അതിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തുണ്ടാകും. ഇപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ വിഭവങ്ങൾ എങ്ങനെ കരുതി വെക്കുന്നത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കരുതി വെക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഗുണമൊന്നുമില്ല, പക്ഷെ വരും ഭാവിയിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. അതേ സമയത്ത് യൂസ് വാല്യൂവിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടും ഉപയോഗിക്കാം. ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ എക്സ്ട്രാക്റ്റീവ്, അവിടെ പോയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത്, ഒരു മരമോ മറ്റോ ഒക്കെ വെട്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുന്നതാണ് എന്ത് എസ്തെറ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് പെർസ്പെക്റ്റീവ്, നോൺ കൺസംപ്റ്റീവ് എന്നൊക്കെ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നേരത്തെ ഒന്നിച്ചാണ് ഞാൻ എസ്തെറ്റിക്കും കൂടെ കൂടിയിട്ടാണ് പറഞ്ഞത്. ഒന്നുകൂടെ വിശദീകരിക്കാം. നോൺ യൂസ് വാല്യൂ, യൂസ് വാല്യൂ. യൂസ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഉപകാരമുള്ളത്. നോൺ യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ഉപകാരമില്ല. ദെൻ അതൊരു പാസീവ് ആണ്. വാല്യൂ ഉണ്ട്, പക്ഷെ വാല്യൂ പാസീവ് ആണ്. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് വേഗം മനസ്സിലാവാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മതി. അതിലാണ് എക്സിസ്റ്റൻസ്, ബെക്വസ്റ്റ് ആൻഡ് ഓപ്ഷണൽ, ഈ മൂന്ന് കാര്യങ്ങളുള്ളത് നോൺ യൂസ് വാല്യൂവിലാണ്. അപ്പം ഇതിൽ മൂന്നും നമുക്ക് ഡയറക്റ്റ് നിലവിൽ അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല, പക്ഷെ ഭാവിയിൽ അത് നമ്മൾ കൃത്യമായിട്ട് പരിഗണിക്കുന്നത് കൊണ്ട് ഭാവിയിൽ അതിന്റെ ഉപയോഗങ്ങൾ ഉണ്ടാവാം. നേരിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നേരിട്ട് തന്നെയുള്ള ഉപയോഗങ്ങൾ അതിനുണ്ടാവാം. അത് നമുക്ക് മാറ്റിവെക്കാം. ദെൻ യൂസ് വാല്യൂ എന്നുള്ളതിനകത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഉണ്ട്. യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗമുണ്ട്, നിലവിൽ തന്നെ നമുക്ക് ഉപയോഗമുണ്ട്. ആ ബയോഡൈവേഴ്സിറ്റി കൊണ്ട് നിലവിൽ നമുക്ക് ഉപയോഗമുണ്ട്. ഇപ്പൊ ഒരു ഫോറസ്റ്റ്, ആ ഫോറസ്റ്റ് കൊണ്ട് നിലവിൽ നമുക്കുള്ള ഒരു ഉപയോഗം എന്താണ്? അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള റിസോഴ്സുകൾ എടുക്കാം, മെഡിസിനൽ പ്ലാന്റ്സുകൾ എടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ നമുക്ക് കിട്ടുന്നു അതൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ടും നോൺ എക്സ്ട്രാക്ട് ചെയ്തിട്ടും നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ അവിടുന്ന് എന്താണ് ഏത് രൂപത്തിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിമൂവൽ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്തിട്ടും അല്ലെങ്കിൽ റിമൂവ് ചെയ്യാതെയും നമുക്ക് എടുക്കാം. ബേർഡ് വാച്ചിങ് പോലെയുള്ളതൊക്കെ എന്താണ് റിമൂവ് ചെയ്യാതെ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, നിരീക്ഷിച്ചാൽ മതി. ഇതാണ് ഡയറക്റ്റ് യൂസ് വാല്യൂവിൽ എക്സ്ട്രാക്റ്റീവ് ആൻഡ് നോൺ എക്സ്ട്രാക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നേരിട്ട് പോയിട്ട് വിഭവങ്ങൾ എടുത്തു കൊണ്ടുവരാൻ പറ്റും. ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഉപയോഗമുണ്ട്, നിലവിൽ തന്നെ നമുക്ക് ഉപയോഗമുണ്ട്. ആ ഉപയോഗത്തിൽ എന്താണ് എസ്തെറ്റിക് എന്ന് പറയുന്നത്. അതിന്റെ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കാം, പ്രകൃതിയുടെ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മൂല്യം നമുക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് പെർസ്പെക്റ്റീവ്, അതൊക്കെ അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ഉപയോഗങ്ങളാണ്. ഓക്കെ, തിരിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരം എസ്തെറ്റിക് എന്നുള്ളതാണ്. ആ ബോക്സ് പഠിച്ചാൽ തന്നെ ഏകദേശം അത് ക്ലിയർ ആവും. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചിങ്ങനെ പറഞ്ഞു പോവാം. ഡയറക്റ്റ് യൂസ് വാല്യൂ എന്ന് പറയുന്നത് ദീസ് ഗുഡ്സ് ദാറ്റ് ആർ എൻഷ്യൂർഡ് ഡയറക്ട്ലി, നേരിട്ടുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്ട്രാക്റ്റീവ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ കുഴിച്ചെടുക്കുക എന്നൊക്കെയാണ് അതിന് പറയാം. അതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കാം. ഒരു സാധനം നമുക്ക് കിട്ടുന്നു, അതിൽ നിന്ന് വ്യത്യസ്ത സാധനങ്ങളെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നു. കൺസംപ്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറയുന്നത് ഉപഭോഗ മൂല്യമുള്ളതാണ്, നേരിട്ട് ലഭിക്കുന്ന ഉപഭോഗ മൂല്യമുള്ളത്. അപ്പോൾ നേരിട്ട് ലഭിക്കുക എന്ന് പറയുന്നത് ടിമ്പർ, മെഡിസിനൽ പ്ലാന്റ്സ്, ഫോറസ്റ്റ്, ഫിഷ്, അതൊക്കെ അതിൽ പെടും. പ്രൊഡക്റ്റീവ് യൂസ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാർഷിക വിളകൾ, വളർത്തുമൃഗങ്ങൾ, ഇതിന്റെയൊക്കെ വളർച്ചയ്ക്കും മറ്റും ആവശ്യമായിട്ടുള്ള മെഡിസിനൽ വാല്യൂസും മറ്റുമൊക്കെയുള്ള സസ്യങ്ങളും വിഭവങ്ങളൊക്കെ ലഭ്യമാക്കുക എന്നുള്ളത്. ദെൻ നോൺ എക്സ്ട്രാക്റ്റീവ് യൂസ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തുനിന്ന് ഒന്നും തന്നെ തൊടുന്നില്ല,
അതേസമയം നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് എന്ത്, നമ്മൾ ബേർഡ് വാച്ചിങ്, സയന്റിഫിക് റിസർച്ച് ഇൻ എൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സയന്റിഫിക് റിസർച്ച് നടത്താണെങ്കിൽ നമ്മളൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് കാണുന്നു. ദെൻ ഇൻഡയറക്റ്റ് യൂസ് വാല്യൂ എന്ന് പറയുന്നിടത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. ഓക്കെ, അതിനകത്ത് എത്തിക്കൽ ആൻഡ് റിസർച്ച് വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ്, പിന്നെ നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ഓപ്ഷണൽ വാല്യൂസ്, എസ്തെറ്റിക് വാല്യൂസ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ പരമാവധി നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കൺസംപ്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ട് ഒരു ഉപഭോഗ മൂല്യം ഉള്ളത് എന്നാണ് പറയാം, കൺസംപ്റ്റീവ്. പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഹണ്ടിങ്, ഫിഷിംഗ്, ഗാദറിങ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമുക്കൊരു അതുകൊണ്ട് അതിൽ നിന്നൊരു ഉപകാരം, ഒരു ഉപയോഗ മൂല്യമുള്ള ഒന്നാണ്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഉപയോഗ മൂല്യമുണ്ട്. അതായത് ഇപ്പൊ എന്താണ്, ഫ്യൂവൽ വുഡ്, വിറകുകൾ, അത് നമുക്ക് ഉപയോഗിക്കാം. മെഡിസിനൽ പ്ലാന്റ്സ് നമുക്ക് ഉപയോഗിക്കാം. പ്രൊഡക്റ്റീവ് യൂസ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഫോർ കൊമേഴ്ഷ്യൽ പർപ്പസ് എന്നല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഫിഷിംഗ് ഫോർ ട്രേഡ്, മത്സ്യബന്ധനം നമുക്ക് ഉപയോഗിക്കാനും എടുക്കാം. അതേ സമയത്ത് ഏറെക്കുറെ നമ്മൾ ചെയ്യാറുള്ളത് അത് വിൽപ്പന നടത്താനും മറ്റും വേണ്ടിയിട്ടാണ്. മെഡിസിനൽ പ്ലാന്റ്സ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ അത് രൂപത്തിലാണ് ചെയ്യാറുള്ളത്. നോൺ യൂസ് വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ ദീസ് ആർ വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് ബയോഡൈവേഴ്സിറ്റി ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ഡയറക്റ്റ് യൂസ്. ഡയറക്റ്റ് യൂസിനകത്ത് ഇൻവോൾവ് ചെയ്യാത്തത് നോൺ യൂസ് വാല്യൂ എന്ന് പറയുന്നത്. ഓപ്ഷണൽ, ബെക്വസ്റ്റൻ, എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയും. അപ്പം ഇതിനകത്ത് ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എസ്തെറ്റിക് വാല്യൂവിനെ എങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എസ്തെറ്റിക് വാല്യൂ ഈ നോൺ യൂസ് വാല്യൂ എന്നതിലേക്കാണ് പോവാം. ഓക്കെ, കൂടുതൽ ഒരുപാട് കൺഫ്യൂഷൻ ആകാനൊന്നുമില്ല, ജസ്റ്റ് ആ ബോക്സ് നോക്കിയാൽ മതി. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ ഈസ് നോട്ട് കറക്റ്റ്? നോട്ട് കറക്റ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ. ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഒന്ന് നോട്ട് കറക്റ്റ് എന്നുള്ളതാണ്, രണ്ടാമത്തെ അബൌട്ട് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ. ഇന്ത്യ വൺ ഓഫ് ദി 12 സെന്റേഴ്സ് ഓഫ് ഒറിജിൻ ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്. ഇന്ത്യ ഹാസ് 12 biogeographic regions. 4 biodiversity hotspots are found in India and its neighboring countries. India has 26 recognized endemism centers. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻ BNC നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് തന്നെ നേരത്തെയുള്ള നമ്മുടെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. BNC എന്ന് പറയുന്നത്, അതിനകത്ത് ഇന്ത്യ ഹാസ് 12 ബയോജിയോഗ്രഫിക്കൽ റീജിയൻസ്. അത് 12 എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസിൽ ഇന്ത്യ 12 രാജ്യങ്ങളിൽ ഒന്നാണ്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പൊ ഇവിടെ 12 ബയോജിയോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ടോട്ടൽ 34 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്, അതിൽ 4 എണ്ണം. ഇവിടെ ഇന്ത്യ ഹാസ് 12 ബയോജിയോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറയുന്നത് ഈ രണ്ട് ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പം ഈ ക്വസ്റ്റ്യൻസ്, ഈ ഓപ്ഷൻ ബി, അവിടെ അത് കറക്റ്റ് ആണോ നോട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ടോട്ടൽ 12 ബയോജിയോഗ്രഫിക്കൽ റീജിയൻ ആണുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ, അത് തെറ്റാണ്. അവിടെ 10 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 10 ബയോജിയോഗ്രഫിക്കൽ റീജിയൻ ആണുള്ളത്. ഈ 12 വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് ടോട്ടൽ വേൾഡിൽ 12 ആണ്. അപ്പം മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസ് 12 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് കാണേണ്ടി വരും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഓപ്ഷനും കാണേണ്ടി വരും. അപ്പം ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇന്ത്യയിൽ 10 ബയോജിയോഗ്രഫിക് റീജിയനുകളാണുള്ളത്. ആ 10 എണ്ണവും നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് പഠിച്ചു വെക്കണം. ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ 10 ബയോജിയോഗ്രഫിക് റീജിയൻസ് എന്ന് മാത്രം എഴുതി വെക്കുകയും ദെൻ അത് നോക്കുകയും ചെയ്യാം. അതേസമയം അതുപോലെ തന്നെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് അത് നോക്കണം. പിന്നെ ഈ ഒരു ഓപ്ഷൻ ഇപ്പൊ നോട്ട് കറക്റ്റ് എന്ന് പറയുന്നതിൽ ഇത് നോട്ട് കറക്റ്റ് ആണ് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇതൊക്കെ ശരിയായിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഫാക്റ്റുകളാണ്. ഇന്ത്യ ഹാസ് വൺ ഓഫ് ദി 12 സെന്റേഴ്സ് ഓഫ് ഒറിജിൻ ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്. ഇതിനി വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പോലും വരാം. അപ്പം ഇത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇത് ഫാക്റ്റ് ആണ്, ശരിയാണ്. ദെൻ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് ശരിയാണ്. അവിടെ നിങ്ങൾ ആ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഏതാന്നുള്ള നിർബന്ധമായിട്ട് നോക്കി വെക്കണം. ദെൻ ഇന്ത്യ ഹാസ് 12 ബയോജിയോഗ്രഫിക്കൽ റീജിയൻ എന്ന് പറയുന്നത് തെറ്റാണ്. അവിടെ 10 ആണുള്ളത്. പക്ഷെ ആ 10 ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം.
ദെൻ 26 റെക്കഗ്നൈസ്ഡ് എൻഡമിസം സെന്റേഴ്സ്. അപ്പൊ ഇത് ഫാക്റ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഫാക്റ്റ് ആണെന്ന് എത്ര അധികം ഉറപ്പിക്കുന്നത്? ഇത് തെറ്റാണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ശരിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഇത് തെറ്റാവുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഈ ബാക്കി A, C, D എന്ന് പറയുന്ന 3 ഫാക്റ്റുകൾ പഠിക്കുകയും ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം 10 എന്ന് പഠിക്കുകയും ചെയ്ത് അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ 2-3 ക്വസ്റ്റ്യന്റെ ആൻസർ ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടും. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നതോടുകൂടെ നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയേണ്ടത് ഒന്ന്, വൺ ഓഫ് ദി 12 സെന്റേഴ്സ് ഓഫ് ഒറിജിൻ കൾട്ടിവേറ്റഡ് പ്ലാന്റ്സിലെ ടോട്ടൽ 12 സെന്റേഴ്സിൽ ഒന്നാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യയിൽ 10 ബയോജിയോഗ്രഫിക്കൽ റീജിയൻസ് ഉണ്ട്, അത് ഇതൊക്കെയാണ്. ദെൻ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്, അത് ഇതാണ്. ദെൻ ടോട്ടൽ 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് വേൾഡിലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യ 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രീസിൽ ഒന്നാണ്. ദെൻ ഇന്ത്യ ഹാസ് 26 റെക്കഗ്നൈസ്ഡ് എൻഡമിസം സെന്റേഴ്സ്. എൻഡമിസം എന്ന് പറയുന്നത് നമുക്കറിയാം തദ്ദേശീയമായിട്ടുള്ള ജീവജാലങ്ങൾ, എൻഡമിക് സ്പീഷീസ് എന്നുള്ളതിൽ നിന്നാണ് എൻഡമിസം. ഇവിടെ മാത്രം കാണപ്പെടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന 26 റെക്കഗ്നൈസ്ഡ് സെന്റേഴ്സ് ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ആണെങ്കിൽ ഈ എൻഡമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സോട്ടിക്, ഇൻവേസീവ്, ഏലിയൻ സ്പീഷീസ് ഒക്കെ പഠിക്കാം. എക്സോട്ടിക് എന്താണ്, ഇൻവേസീവ് എന്താണ്? എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുറത്തുനിന്ന് വരുന്ന, എക്സോട്ടിക്കും ഇൻവേസീവും പുറത്തുനിന്ന് വരുന്ന തന്നെയാണ്. അതേ സമയത്ത് എക്സോട്ടിക്കിന് പ്രശ്നമൊന്നുമില്ല, റബ്ബർ പോലെ, തേക്ക് പോലെ അതൊന്ന് വെട്ടി നശിപ്പിച്ചാൽ നശിവും. അതേ സമയത്ത് ഇൻവേസീവ് എന്ന് പറയുന്നത് അധിനിവേശമാണ്. ഇവിടെ വരികയും ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസുകളൊക്കെ അത് നശിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ അത് ചെയ്യും. അതുകൊണ്ട് ഇൻവേസീവ് പ്ലാന്റ്സ് ആൻഡ് സ്പീഷീസ്, അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ നന്നായിട്ട് നോക്കി വെക്കണം. ഏതെങ്കിലും എക്സാമ്പിൾ ഒക്കെ ചോദിക്കും, ഇത് ഇൻവേസീവ് പ്ലാന്റ് സ്പീഷീസ് ആണോ? ചിത്രം കണ്ടാലൊക്കെ നമുക്ക് മനസ്സിലാവും, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിത്രം ഉണ്ടാവില്ലല്ലോ. നമുക്ക് അതിന്റെ എക്സാമ്പിൾ ഏതാന്നുള്ളത്, എക്സോട്ടിക് എന്തായാലും എക്സാമ്പിൾ ചോദിക്കുമല്ലോ, കാരണം ഒരുപാട് ഇപ്പം തെങ്ങടക്കമുള്ളത് എക്സോട്ടിക് ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്ത് അമേരിക്കൻ ഒറിജിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രസീലിയൻ ഒറിജിൻ ആയിട്ടുള്ള പല ജീവജാലങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിന്റെ ഒരു ഇംഗ്ലീഷ് പേര് ഇപ്പൊ നിങ്ങൾക്ക് ആഫ്രിക്കൻ പായൽ അല്ലെങ്കിൽ കുളവായ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവും, കട്ടവാടി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഇത് എന്താണ് ഇംഗ്ലീഷിൽ എന്താണ് പറയാന്നുള്ളതും കൂടെ നോക്കി വെക്കണം. അതാണ് ഈ ഒരു 22ാമത്തെ ക്വസ്റ്റ്യനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അത്രയും ഫാക്റ്റുകൾ. ഓൾറെഡി ഇതിനകത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള 3 ഫാക്ട് ഇവിടെ തന്നെ ഉണ്ട്. ദെൻ ഇത് പ്ലസ് ഇത് 10 കൊടുത്താൽ 4 ഫാക്ടർ വരും. പിന്നെ ഇത് ഓരോന്നും പഠിക്കുക എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങൾ അതിലേക്ക് ആഡ് ആവുന്നതാണ്. പിന്നെ എൻഡമിസം പഠിക്കുന്ന സമയത്ത് എക്സോട്ടിക്, ഇൻവേസീവ്, അതുപോലെ തന്നെ ഏലിയൻ സ്പീഷീസ്. ഏലിയൻ ആൻഡ് എക്സോട്ടിക് ഏകദേശം ഒന്നാണ്. ഏലിയൻ ആൻഡ് ഇൻവേസീവ് ഏകദേശം ഒന്നാണ്. എക്സോട്ടിക് വേറെ നോക്കിയാൽ മതി. The next 23. Which one of the following is non-conventional source of energy? Non-conventional source of energy. Which one of the following is not conventional source of energy? ഇവിടെ നേരത്തെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, അതുപോലെ തന്നെ പിന്നെ എന്താണ് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. അപ്പം റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ എന്ന് പറയുന്നത് നമുക്ക് പുനരുൽപാദിപ്പിക്കാൻ പറ്റുന്ന വിഭവങ്ങൾക്കാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്. നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുനരുൽപാദിപ്പിക്കാൻ പറ്റാത്ത വിഭവങ്ങളാണ്. അതായത് കുറെ വർഷങ്ങൾ എടുക്കും. ഇപ്പൊ നമ്മൾ മരത്തിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, മരം എപ്പോഴും എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാം. അതായത് ഫോറസ്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം. അതേ സമയത്ത് ഈ കല്ലും മണ്ണും സോയിലൊക്കെ 1000-10,000 വർഷങ്ങൾ എടുക്കും ഒരു തരി മണ്ണ് ഏറ്റവും ഈ നമ്മൾ ഇന്ന് കാണുന്ന ജൈവാംശമുള്ള മണ്ണായിട്ട് മാറണമെങ്കിൽ 1000-10,000 വർഷങ്ങൾ എടുക്കും. അപ്പോൾ അത്രയും വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു തരി മണ്ണ് ഉണ്ടാകുന്നത്. പാറപ്പൊടി നമ്മുടെ ഈ കൊളജിക്കൽ സക്സഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് ദീർഘമായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സും ഉണ്ട്, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സും ഉണ്ട്. അതവിടെ പഠിച്ചു വെക്കണം എന്തൊക്കെയാണ് നല്ലത്. കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. റിന്യൂവബിൾ ആയിട്ടുള്ള, നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സുകളാണ് നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ഉപയോഗിച്ചു വന്നത്. കൺവെൻഷണൽ എന്നതിനർത്ഥം പാരമ്പര്യമായിട്ട് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചു വരുന്നത്, അത്രയേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്നത് ഈ ഫോസിൽ ഫ്യൂവലുകളും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസുകളും കോളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചു വന്നത്. അതിനകത്ത് വാട്ടറും കൂടെ വരും, ഹൈഡ്രോ പവറും കൂടെ അതിനകത്ത് വരും. ജലവൈദ്യുതി ഒക്കെ ജലത്തിൽ നിന്നുള്ള ഊർജ്ജമൊക്കെ പണ്ട് മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പം ഏറെക്കുറെ നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് കൺവെൻഷനലാണ്. അതിൽ ഹൈഡ്രോ പവറൊക്കെ മാറ്റമുണ്ട്, എന്നാലും ഏറെക്കുറെ നമുക്ക് അങ്ങനെ പറയാം. അപ്പം
പാരമ്പര്യമല്ലാത്ത പുതിയ കാലത്ത് നമുക്ക് ഈ എന്തുകൊണ്ടാണ് നമ്മൾ നോൺ കൺവെൻഷണൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് പോകേണ്ടി വരുന്നത്? പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഈ സാധനങ്ങളൊക്കെ തീർന്നു പോവാണ്. ഫോസിൽ ഫ്യൂലുകൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തീർന്നു പോകുന്നു. അപ്പൊ നമ്മൾ ഇലക്ട്രിക്കിലേക്ക് വരുന്നു, അപ്പൊ നമ്മൾ വിൻഡ് എനർജിയിലേക്ക് വരുന്നു, അപ്പൊ നമ്മൾ സോളാർ എനർജിയിലേക്ക് വരുന്നു. അത് തീർന്നു പോകില്ല. വിൻഡ് എല്ലാ കാലത്തും കിട്ടുമല്ലോ, സോളാർ എല്ലാ കാലത്തും ഉണ്ടാകും. അപ്പൊ ഇത് തീർന്നു പോവാത്ത ഒരു വിഭവങ്ങളിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? നേരത്തെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഇതിന്റെ കൂടെ ഇങ്ങനെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, കൺവെൻഷണൽ, നോൺ കൺവെൻഷണൽ, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ. എന്നാലും ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. അതൊരു ആവർത്തനമല്ല, അനിവാര്യതയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സിനകത്ത് നമ്മൾ എന്താണ് കൺവെൻഷണൽ റിസോഴ്സ്, അതിന്റെ എക്സാമ്പിൾസ്, പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന റിസോഴ്സുകൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം ഫോസിൽ ഫ്യൂൽ ഉണ്ട്, കോൾ ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ്. ദെൻ പിന്നെ നോൺ കൺവെൻഷണൽ, പാരമ്പര്യേതരമായിട്ടുള്ള എനർജി റിസോഴ്സുകൾ. ഇപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒന്ന്, ഈ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്. അതിന്റെ ഓപ്ഷനിൽ അറ്റോമിക് എനർജി എന്ന് പറയുന്നത്, അറ്റോമിക് എനർജി ശരിക്കും കൺവെൻഷണൽ എന്ന് പറയാൻ പറ്റൂല. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ ഒരു ഈ നോൺ കൺവെൻഷണൽ, കൺവെൻഷണൽ എന്ന് പറയാൻ പറ്റൂല. നോൺ കൺവെൻഷണൽ ആയിട്ടാണ് അറ്റോമിക് എനർജി പലപ്പോഴും ഉൾപ്പെടുത്താറുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങൾ അറ്റോമിക് എനർജി ക്ലിക്ക് ചെയ്യരുത്, കാരണം ഇവിടെ വിൻഡ് എനർജി ഇപ്പുറത്തുണ്ട്. വിൻഡ് എനർജി പ്യൂർ ആയിട്ട് നമുക്ക് ഒറ്റയടിക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്നത് ഇത് നോൺ കൺവെൻഷണൽ ആണ്, പാരമ്പര്യമല്ല. അപ്പം ഈ വിൻഡ് എനർജി ഇല്ലാതെ ഇപ്പൊ ഇവിടെ കോള്, നാച്ചുറൽ ഗ്യാസ്, ഫോസിൽ ഫ്യൂൽ, ആറ്റോമിക് എനർജി, ഇങ്ങനെയാണ് ഒരു ഓപ്ഷൻ വരുന്നതെങ്കിൽ നിങ്ങൾ ആറ്റോമിക് എനർജി എന്നുള്ളതിന് തന്നെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം. കോൾ, നാച്ചുറൽ ഗ്യാസ്, വിൻഡ്, അതുപോലെ തന്നെ ആറ്റോമിക് എനർജി എന്നുള്ളതാണ് ഇവിടെ കൺവെൻഷണൽ എനർജി സോഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരരുത്. ആറ്റോമിക് എനർജി മാത്രമാണ് ഇതിൽ കൊടുക്കുന്നത്, ബാക്കിയൊക്കെ നമ്മൾ വളരെ സാധാരണയായിട്ട് പറഞ്ഞു വരുന്ന കൺവെൻഷണൽ റിസോഴ്സ് ആണ് കൊടുത്തിട്ടുള്ളെങ്കിൽ അവിടെ നിങ്ങൾ നോൺ കൺവെൻഷണൽ എന്നുള്ളതിന്റെ ആൻസർ കൊടുക്കേണ്ടത് ആറ്റോമിക് എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ കൊടുക്കാത്തത് എന്നുള്ളതിന്റെ ഉത്തരം, ഇവിടെ വിൻഡ് എനർജി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇപ്പൊ സോളാർ എനർജി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ കോള്, നാച്ചുറൽ ഗ്യാസ്, സോളാർ എനർജി, ആറ്റോമിക് എനർജി ആണെങ്കിലും നമ്മൾ സോളാർ എനർജിയെ തന്നെയാണ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ദെൻ വിൻഡും സോളാറും പോലെയുള്ള ഏറ്റവും നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള റിസോഴ്സുകൾ ഇല്ല, എനർജി റിസോഴ്സുകൾ കാണുന്നില്ല ഓപ്ഷനിലെങ്കിൽ നിങ്ങൾക്ക് അറ്റോമിക് എനർജിയെ അതിനകത്ത് ഉൾപ്പെടുത്താം. അറ്റോമിക് പുതിയ കാലത്തൊരു എനർജി സോഴ്സ് കൂടെയാണ്. ഓക്കെ, ദെൻ യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. എന്താണ് ഇതിന്റെ യൂസ്? നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ യൂസ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് മുമ്പിൽ വരുന്നത്. ഓക്കെ, ഒന്ന് പൊല്യൂഷൻ ഫ്രീ ആണ്. ബോത്ത് ചീപ്പ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ, നെയ്തർ ചീപ്പ് നോർ പൊല്യൂഷൻ ഫ്രീ. ആകെ രണ്ട് സാധനമേ ഉള്ളൂ. ഒന്ന് ചീപ്പ് റേറ്റ് എന്ന് പറയുന്നത്, പിന്നെ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്നുള്ളത് ഉപയോഗിക്കാൻ നമുക്ക് കിട്ടാൻ നമുക്ക് റേറ്റ് കുറവാണ് എന്നുള്ളതാണ്. അപ്പം അത് ശരിയായിട്ടുള്ള ഉത്തരവാണ്. പൊല്യൂഷൻ ഫ്രീ എന്നുള്ളതാണ്, അതും ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. ദെൻ പിന്നെ പറയുന്ന ഓപ്ഷൻ ബോത്ത് ചീപ്പ് ആൻഡ് പൊല്യൂഷൻ ഫ്രീ, അതും ശരിയാണ് ഉത്തരം. ദെൻ ഡി എന്ന് പറയുന്നത്, ഇതെല്ലാം ശരിയാകുമ്പോൾ ഡി തെറ്റായിരിക്കുമല്ലോ. ഓക്കെ, ഡി നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊല്യൂഷൻ ഫ്രീ ഉണ്ട്, ചീപ്പും ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ. ഇതൊരു കോമൺ സെൻസ് ആണ്. നമ്മൾ ഒരുപാട് പൊല്യൂഷൻ ഫ്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷൻ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് പോയാൽ ദെൻ അടുത്ത ഓപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്, നേരെ പൊല്യൂഷൻ ഫ്രീ എന്ന് കാണുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞാൽ അത് 100% ശരിയാണ്, അതുകൊണ്ട് അതാണ് ഉത്തരം എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് അടയാളപ്പെടുത്തി വരരുത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും അതിനേക്കാൾ ശരിയായിട്ടുള്ള ഒരു ഉത്തരം ഇപ്പുറത്തുണ്ട്. സി നോക്കുമ്പോഴും ശരിയാണ്, ദെൻ ബി നോക്കുന്ന സമയത്ത് രണ്ടും നമുക്ക് ഒരുമിച്ച് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൽ രണ്ടും ഒരുമിച്ച് കിട്ടുന്നതാണ് കൂടുതൽ ശരി എന്നുള്ളതാണ്. ഏതാണ് ശരി എന്നുള്ളതല്ല നോക്കുന്നത്, ഏതാണ് കൂടുതൽ ശരി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യൂവൽ ഫോർ ഫ്യൂവൽ സെൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യൂവൽ ഫോർ ഫ്യൂവൽ സെൽ. ഇതിന്റെ പ്രത്യേകത, ഈ ഫ്യൂവൽ സെൽ എന്താണ് എന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ അല്ലെ.
ഇനി അത് കൂടുതൽ വിശദീകരിക്കാൻ എന്നാൽ സമയം പോകും. നമുക്ക് ഹൈ എഫിഷ്യൻസിയും ക്ലീൻ എനർജിയൊക്കെ കിട്ടുന്ന ഒരു സോഴ്സ് ആണ്. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കൺവേർട്ട് ചെയ്യുന്ന സോഴ്സ് ആണ്. അപ്പം ഇതിനകത്ത് ഹൈഡ്രജൻ ആണ് കറക്റ്റ് ആൻസർ വരിക. ഹൈഡ്രജൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതിനകത്ത് ഇനി വേറെ ഒന്നും ആലോചിക്കാനൊന്നുമില്ല. മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യൂവൽ ഫോർ ഫ്യൂവൽ സെൽ എന്നുള്ള, ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്യൂവൽ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹൈഡ്രജൻ ഫ്യൂവൽ ഈസ് ഡയറക്ട്ലി കൺവേർട്ട് ദ കെമിക്കൽ എനർജി. ഓക്കെ, അതായത് ഈ ഹൈഡ്രജൻ ഇൻ ടു ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന ഒരു ഉത്തരം. ഹൈഡ്രജൻ ഇൻ ടു ഇലക്ട്രിസിറ്റി. അതിൽ വാട്ടർ മാത്രമാണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക. വേണമെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടെ വരാം കേട്ടോ. ഈ ഫ്യൂവൽ സെല്ലിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഹൈഡ്രജൻ ഒരു ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുമ്പോൾ അവിടെ ബൈ പ്രൊഡക്റ്റ് എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ ആണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതൊരു ക്ലീൻ എനർജിയാണ്, മിനിമൽ എമിഷൻസ് ആണ് ഉണ്ടാവുക, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, സാനിറ്ററി പവർ ജനറേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, പോർട്ടബിൾ ഇലക്ട്രോണിക്സ് അതിനകത്തൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ആണ് അതിൽ നിന്ന് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് സ്ലഡ്ജ് ഗ്യാസ് ലാർജ്ലി കൺസിസ്റ്റ് ഓഫ്. ഇത് ഈ ക്വസ്റ്റ്യൻ കുറച്ചൊരു ധാരണ ഉള്ളവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയാം. ഈ സ്ലഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു അടിഞ്ഞുകൂടുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ബാക്കിയുള്ള എന്തൊക്കെയോ സാധനങ്ങൾ. ഞാൻ ഇത് കറക്റ്റ് അതിന്റെ ഡെഫിനേഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ അതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും ഓരോന്നിനെ വെച്ചുകൊണ്ട് നമുക്ക് പറയേണ്ടി വരും. സ്ലഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു വേസ്റ്റ് ഉണ്ടാവും. അതെല്ലാം കൂടെ അടിഞ്ഞു കൂടിയിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിനെയാണ്. അതിനോട് പിന്നെ വേറെ ഉപകാരം ഒന്നും ഉണ്ടാവില്ല. ആ പാർട്ടിനെയാണ് നമ്മൾ എന്ന് പറയാം സ്ലഡ്ജ് എന്ന് പറയാം. അത് പിന്നെ വേറെ ഇതിലേക്ക് കൊണ്ടുപോകാം, കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. നിലവിൽ നമ്മളൊരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുള്ള എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ബാക്കിയാകുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും, ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലഡ്ജ് എന്ന് പറയുന്നത്. സ്ലഡ്ജ് ഗ്യാസ് ലാർജ്ലി കൺസിസ്റ്റ് ഓഫ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിനകത്ത് ഓപ്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്. ഇതിന് ആൻസർ മീഥെയിൻ ആണ്. ആൻസർ വരുന്നത് മീഥെയിൻ ആണ്. ഈ സ്ലഡ്ജ് ഗ്യാസ് എന്നുള്ളതിനെ കുറച്ചും കൂടെ നന്നായിട്ട് എളുപ്പത്തിൽ മനസ്സിലാകാൻ ബയോഗ്യാസ് എന്ന് ഉപയോഗിച്ചാലും മതി. അപ്പൊ നമുക്ക് മീഥെയിൻ വേഗം കിട്ടും. ബയോഗ്യാസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇതാണല്ലോ മീഥെയിൻ എന്ന് പറയുന്നത്, CH4 എന്ന് പറയും. അപ്പൊ സ്ലഡ്ജ് ഗ്യാസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഒറ്റയടിക്ക് നമുക്ക് ബയോഗ്യാസ് എന്ന് വിളിക്കാം. അപ്പം ഇനി സ്ലഡ്ജ് ഗ്യാസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, ഈക്വൽ ടു ബയോഗ്യാസ് എന്നുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചും കൂടെ നമുക്ക് പരിചയമുള്ള ഒരു സാധനമായിട്ട് അത് മാറും. അപ്പം ഇതൊരു അനൈറോബിക് ഡൈജഷൻ ആണ് ഇതിനകത്ത് നടക്കുക. അനൈറോബിക് ഡൈജഷൻ. ഇപ്പൊ ബയോഗ്യാസിൽ നടക്കുന്ന പ്രോസസ് എയറോബിക്കും ഉണ്ട് അനൈറോബിക്കും ഉണ്ട്. എയറോബിക് എന്ന് പറഞ്ഞാൽ വിത്ത് ദ പ്രസന്റ് ഓഫ് ഓക്സിജൻ ആണ്. അനൈറോബിക് എന്ന് പറയുന്നത് ഓക്സിജന്റെ പ്രസൻസിൽ അല്ലാതെ ഈ ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. This process involves the breakdown of organic material by microorganisms in the absence of oxygen. അതിനാണ് അനൈറോബിക് എന്ന് പറയുന്നത്. ആ വാക്ക് നിർബന്ധമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം. എയറോബിക് പ്രോസസ്സും ഉണ്ട്, അനൈറോബിക് പ്രോസസ്സും ഉണ്ട്. അനൈറോബിക് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. ദെൻ എയറോബിക് എന്ന് പറയുന്നത് എയർ എന്നുള്ളത് നോക്കിയാൽ മതി. അനൈറോബിക് ദെൻ എയറോബിക് രണ്ടും ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടും. ഒന്ന് ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്, ദെൻ എയറോബിക് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അപ്പം അതിനകത്ത് നടക്കുന്നത് അനൈറോബിക് ഡൈജഷൻ ആണ്. ഓർഗാനിക് മാറ്ററിനെ എന്ത് ചെയ്യുന്നു, ഓക്സിജന്റെ പ്രസന്റിൽ അല്ലാതെ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. മൈക്രോ ഓർഗാനിസംസ് ഡൈജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആ പ്രോസസ് ആണ് ബയോഗ്യാസ്. അപ്പം ഇവിടെ വരുന്ന സ്ലഡ്ജ് ഗ്യാസ് എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്ലഡ്ജ് ഗ്യാസ് എന്നുള്ളതിനെ സിമ്പിൾ ആയിട്ട് ബയോഗ്യാസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് അറിയുന്ന ഒരു കാര്യത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ഈ ബയോഗ്യാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിന്റെ ഒരു 50 to 75% ഓഫ് മീഥെയിൻ ആണ് എന്നുള്ളതാണ്. അപ്പം അതൊരു മീഥെയിൻ എന്ന് പറയുന്നത് വലിയ രൂപത്തിൽ കത്തുന്ന അല്ലെങ്കിൽ അതിനെ ഒരു ഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ദെൻ അതിലുള്ള മറ്റൊരു കോമ്പണന്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതും എന്താണ്, ഇതിനകത്തുള്ള മറ്റൊരു കോമ്പണന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഓപ്ഷൻ അതിലുണ്ടെങ്കിലും 50 to 70% ഓഫ്
എന്താണ് ഇത് മീഥെയ്ൻ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. CH4 എന്നാണ് അതിന് പറയാം. ദെൻ ഇതിന്റെ എനർജി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫ്യുവൽ സോഴ്സിലേക്കും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും ഹീറ്റ് ജനറേറ്റ് ചെയ്യാനും വെഹിക്കിൾസിൽ വരാം, അതുപോലെ തന്നെ വെഹിക്കിൾസിന്റെ മറ്റുമൊക്കെ ആവശ്യങ്ങൾക്ക് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം. സ്ലഡ്ജ് ഗ്യാസ് ഈക്വൽ ടു ബയോഗ്യാസ് എന്ന് പറയുന്നതോടുകൂടെ ഏറെക്കുറെ നമുക്ക് പരിചയമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് അതിനെ കൊണ്ടുവരാം. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് മീഥെയ്ൻ ആണ്. ഹരിതഗൃഹവാതകമാണ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓൾസോ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഓക്കെ, മാംഗ്രോവ്സ് ഇൻ ദ കോസ്റ്റൽ ഏരിയ വർക്ക് അഗെയിൻസ്റ്റ് ദ ഇറോഷൻ ബൈ ആക്ടിങ് ആസ്. മാംഗ്രോവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ടൽ കാടുകൾ എന്നുള്ളതാണ്. മാംഗ്രോവ്സ് എന്തായിട്ടാണ് പിന്നെ ആക്ട് ചെയ്യുന്നത്? ഒരു മാംഗ്രോവ്സ് എന്ന് പറയുന്നത് ശരിക്കും ഈ ഫ്ലഡ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയാ കടൽക്ഷോഭങ്ങളും മറ്റുമൊക്കെ തടയാൻ പറ്റുന്ന, ഈ സുനാമി അടക്കമുള്ള വലിയ കടൽക്ഷോഭങ്ങളെ പോലും തടഞ്ഞു നിർത്താൻ പറ്റുന്ന രൂപത്തിലേക്കുള്ള ഒരു സിസ്റ്റമാണ് എന്ത് പിന്നെ മാംഗ്രോവ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു തടയണ എന്നുള്ള അർത്ഥത്തിലാണ് നിങ്ങൾ അതിന്റെ ഒരു ഉത്തരത്തെ കാണേണ്ടത്. ഇതിനൊക്കെ വരുന്നതിനെയൊക്കെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നതാണ് നിങ്ങൾ അതിന്റെ ഒരു ഉത്തരമായിട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരേണ്ട ഒരു കോൺസെപ്റ്റ് അതാണ്. ബാക്കി നമുക്ക് അതിന്റെ ഓപ്ഷൻ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. യെസ്, നാച്ചുറൽ ഫിൽറ്റേഴ്സ്, റെഗുലേറ്റർ വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് അതിന്റെ ഒരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഇതിലും കുറെ ശരികൾ ഉണ്ടാവാം. നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ശരി ഏതാണ് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് നമ്മളതിലെ കറക്റ്റ്. ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കോട്ട എന്നുള്ള അർത്ഥത്തിലാണ് ബൾവാക്ക് എന്ന് പറയുന്നത്. ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു തടയണം, ഒരു നാച്ചുറൽ കോട്ട അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു കോട്ട എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു ആൻസർ അവിടെ നോക്കുന്നത്. ബൾവാക്ക് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഓർത്തു വെക്കണം. സാധാരണ ഇങ്ങനത്തെ വാക്കൊന്നും കൊടുക്കാറില്ല, എന്നാലും ഓർത്തു വെക്കുന്നതല്ലാണ്. എക്സാമിന് വന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് ആവർത്തിക്കാം. അപ്പം ഇതൊരു തടയണ എന്നുള്ള അർത്ഥത്തിലാണ്, ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ പ്രതിരോധിച്ച് നിർത്തുന്ന ഈ ഫ്ലഡിനെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സുനാമി പോലത്തെ പ്രശ്നങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ഒന്നാണ് മാംഗ്രോവ്സ്, കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. അതിനത്രയും ശേഷിയുണ്ട് എന്നർത്ഥം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് വരാം. റെഗുലേറ്റർ ഓഫ് വാട്ടർ എന്നുള്ളത് ഒരു ഓപ്ഷൻ അല്ല. നാച്ചുറൽ ഫിൽട്ടർ, നാച്ചുറൽ റീച്ചിങ് അക്വിഫയർ എന്നുള്ളതൊന്നും എന്തല്ല, അതിലേക്ക് വരുന്നതല്ല. ഇതൊരു പക്ക ഒരു പ്രതിരോധ സിസ്റ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മാംഗ്രോവ്സ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സിസ്റ്റമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോസ്റ്റൽ ഏരിയയിൽ എന്ത് ചെയ്യുന്നു, അത് ആ രൂപത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ദെൻ MAB, എ പ്രോഗ്രാം റൺ ബൈ യുനെസ്കോ. MAB സ്റ്റാൻഡ് ഫോർ, ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. MAB എന്ന് പറയുന്നത് മാൻ ആൻഡ് ബയോസ്ഫിയർ ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ അപ്പൊ MAB എന്ന് പറയുന്നത് ഓപ്ഷനകത്ത് മാൻ ആൻഡ് ബയോസ്ഫിയർ ഉണ്ട്, മാൻകൈൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, മാൻ ആൻഡ് ബയോം ഉണ്ട്, മാൻകൈൻഡ് ആൻഡ് ബയോംസ് ഉണ്ട്. സിംപ്ലി നമുക്കറിയാം മാൻ ആൻഡ് ബയോസ്ഫിയർ ആണ് അതിന്റെ ആൻസർ. മാൻ ആൻഡ് ബയോസ്ഫിയർ. ദെൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് chemicals is associated with ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ പുറത്തു വന്നിട്ടുള്ള കെമിക്കൽ എന്താണ് എന്നുള്ളതാണ്. ഭോപ്പാൽ ട്രാജഡി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ്. രണ്ടാം ഭോപ്പാൽ എന്നറിയപ്പെടുന്ന ഒരു ദുരന്തം ഇന്ത്യയിൽ ഉണ്ടായത് പിന്നെ എൻഡോസൾഫാനാണ്, സെയിം. അപ്പം ഇവിടെ നമ്മൾ എന്താണ് പിന്നെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള കെമിക്കൽ എന്തായിരുന്നു, എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം യൂണിയൻ കാർബൈഡ് കമ്പനി എന്നാണ് ആ കമ്പനിയുടെ പേര്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എഴുതി വെക്കാം, യൂണിയൻ കാർബൈഡ് കമ്പനി. ദെൻ അതിനകത്ത് മീഥൈൽ ഐസോസയനൈഡ്, കാർബൺ മോണോക്സൈഡ്, DDT, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ദെൻ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, CFC നമുക്കറിയാം. അത് അറിഞ്ഞിരിക്കുക, അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് എന്നും അറിഞ്ഞിരിക്കാം. DDT എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ് ആണ്. അപ്പം ഇത് DDT എന്ന് പറയുന്നത് ഡയറക്ട്ലി ലിങ്ക് ടു സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന് പറയുന്ന 1962 ഇറങ്ങിയിട്ടുള്ള റേച്ചൽ കേഴ്സന്റെ പുസ്തകം
DDT ഉപയോഗിച്ചതിന് ശേഷം പക്ഷികളെ കാണാതാവുകയും വംശനാശം സംഭവിക്കുകയൊക്കെ ചെയ്തതിന്റെ ആകുലതകൾ പറയുന്ന പുസ്തകമാണ് റേച്ചൽ കേഴ്സന്റെ 1962 ഇറങ്ങിയിട്ടുള്ള സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. അതൊക്കെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട തീമായി വന്ന ഒന്നാണ് DDT എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡ് നമുക്ക് ഓൾറെഡി അറിയാം, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ഒരു വാതകമാണ് കാർബൺ മോണോക്സൈഡ്. ദെൻ മീഥൈൽ ഐസോസൈനൈഡ്, ഇതാണ് യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ നിന്ന് ലീക്ക് ആയിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് കാരണമായിട്ടുള്ളത് മീഥൈൽ ഐസോസൈനൈഡ് ആണ്. യൂണിയൻ കാർബൈഡ് കമ്പനിയാണ് അത്. ആ കമ്പനിയുടെ പേര് എനിക്ക് തോന്നുന്നു 1984 5 കണ്ടാണ് ഭോപ്പാൽ ട്രാജഡി നടക്കുന്നത്. അതൊന്ന് കൺഫേം ആക്കുന്നതല്ല. ദ നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ മെഷർ ഓഫ് ഓക്സിജൻ യൂസ്ഡ് ബൈ ബാക്ടീരിയ ടു കമ്പോസ് ഓർഗാനിക് മാറ്റർ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിന്റെ ഒരു സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. MPN എന്ന് പറയുന്നത് നമുക്കറിയാം. MPN എന്താണ്? മോസ്റ്റ് പ്രോബബിൾ നമ്പർ എന്നുള്ളതാണ് MPN. മോസ്റ്റ് പ്രോബബിൾ നമ്പർ എസ്റ്റിമേറ്റ്സ് ദ കോൺസെൻട്രേഷൻ ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസംസ് ഇൻ എ സാമ്പിൾ. അതായത് ഒരു ടോട്ടൽ ഓർഗാനിസം എത്രയാണ് എന്നുള്ളത് നോക്കുന്നത്. രണ്ടാമത്തത് എണ്ണം നോക്കുന്നത്. TDS എന്ന് പറയുന്നത് ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്, ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഇൻ വാട്ടർ. എത്രത്തോളം അതിനകത്ത് മിനറൽസ്, സാൾട്ട്, ഓർഗാനിക് കോമ്പൗണ്ട്, ഇതൊക്കെ എത്രത്തോളം വെള്ളത്തിൽ എന്തായിട്ടുണ്ട്, ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, ലയിച്ചിട്ടുണ്ട് എന്നുള്ളതിന് മെഷർ ചെയ്യുന്നതിനാണ് TDS എന്ന് പറയുന്നത്, ടോട്ടൽ ഡിസോൾവ്ഡ് സോയിൽ. ദെൻ COD എന്ന് പറയുന്നത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ഓൾ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ സാമ്പിൾ. ഒരു എത്രത്തോളം ഓക്സിജൻ ആവശ്യമാണ്, ഓക്സിജന്റെ ഡിമാൻഡ് എത്രയുണ്ട്, അങ്ങനെ തന്നെ പറയാം. ഓക്സിജൻ ഡിമാൻഡ് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ടാണ് COD കൊണ്ടുവരുന്നത്. ദെൻ BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പം ഡിസോൾവ്ഡ് ഓക്സിജൻ യൂസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ടു ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ ഇൻ എ വാട്ടർ സാമ്പിൾ. ഒരു ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യാൻ എത്രത്തോളം ഓക്സിജൻ ആവശ്യമുണ്ട്, അതായിരിക്കും ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് a measure of oxygen used by bacteria to decompose organic matter? ഒരു ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ എത്ര ഓക്സിജൻ നമുക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ മെഷർ ചെയ്യുന്ന ഇതിനെ എന്താണ് പറയുക? അപ്പോൾ MPN, TDS, BOD, COD. BOD ആണ് കറക്റ്റ് ആൻസർ, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എഴുതി വെക്കാം. MPN എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബിൾ നമ്പർ, എത്രത്തോളം നമ്പർ ഉണ്ട് എന്ന് കണ്ടെത്താനാണ്. TDS എന്ന് പറയുന്നത് ടോട്ടൽ ഡിസോൾവ്ഡ് സോയിൽ, എത്രത്തോളം ഇതിൽ സോളിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തു എന്ന് കണ്ടെത്താൻ. ദെൻ COD എന്ന് പറയുന്നത് എത്രത്തോളം ഓക്സിജൻ ആവശ്യമാണ്, എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ടു ഓക്സിഡൈസ് ഓൾ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് മാറ്റർ എന്നുള്ളതാണ്. ദെൻ നമ്മളിപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ള BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിനകത്ത് എത്രത്തോളം ഒരു ഓർഗാനിക് മാറ്ററിനെ ഡികമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം പിന്നെ ഓക്സിജൻ ആവശ്യമുണ്ട് എന്നുള്ളത് പറയുന്നതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടന്റ്? ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈവ വിഘടനത്തിന് വിധേയമാക്കുന്നത്. കുറച്ചും കൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ സൂക്ഷ്മജീവികൾ അവർക്ക് ഈ ജൈവികമായിട്ട് വിഘടിപ്പിക്കാൻ പറ്റും, ബാക്ടീരിയകൾക്ക് മറ്റൊക്കെ വിഘടിപ്പിക്കാൻ പറ്റുന്ന എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഇത് 2 ഓപ്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പേപ്പർ ആൻഡ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിനെ സൂക്ഷ്മജീവികൾക്ക് വിഘടിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല എന്നായിരിക്കും ആൻസർ. ദെൻ പേപ്പർ ആണെങ്കിൽ വിഘടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം പേപ്പറാണ് അതിന്റെ ഒരു ഉത്തരവായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാൽ പേപ്പർ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റു ഓപ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മണ്ണിൽ അത് ലയിക്കുകയും വിഘടിപ്പിക്കുകയൊക്കെ ചെയ്യും. പ്ലാസ്റ്റിക് ആണെങ്കിൽ 100 വർഷം കഴിഞ്ഞാലും അത് ചിലപ്പോൾ അങ്ങനെ തന്നെ അവിടെ മണ്ണിലുണ്ടാകും. The prescribed limit of noise pollution in India. 34ാമത്തെ ക്വസ്റ്റ്യൻ. എത്രത്തോളം നോയിസ് പൊല്യൂഷന്റെ ഒരു ടോട്ടൽ റേറ്റ് എത്രയാണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ എത്രയാണ് അതിന്റെ ലിമിറ്റ്, എത്രയിലധികം, ഇപ്പൊ നമ്മൾ ഡെസിബൽ എന്ന് പറയല്ലോ, അപ്പൊ എത്ര അധികം ശബ്ദം ആയാലാണ് പൊല്യൂഷൻ ആയിട്ട് കണക്കാക്കുക? ഇവ നമ്മൾ സംസാരിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ശബ്ദം
ഇത് എത്രയധികം ആണെങ്കിലാണ് പൊല്യൂട്ടന്റ് ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് പറയാം. ഇതില് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഓരോ ഏരിയയിലും മാറ്റമുണ്ട്. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ റെസിഡൻഷ്യൽ ഏരിയയിൽ ഡേ ടൈമിൽ 55 dB എന്നുള്ളതാണ്, നൈറ്റ് ടൈമിൽ 45 dB എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ ഏരിയയിൽ മാറ്റമുണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മാറ്റമുണ്ട്. അതുപോലെ തന്നെ സൈലൻസ് സോൺ അങ്ങനെ പറഞ്ഞത്, അതായത് ഹോസ്പിറ്റലുകളുടെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ. അപ്പം ശരിക്കും ഈ ഓപ്ഷൻ നൺ ഓഫ് ദി അബോവ് എന്നുള്ളതാണ്. ഇതിൽ ഏതും ശരിയല്ല. അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയണമല്ലോ. പക്ഷെ നമുക്ക് നിലവിൽ പറയാൻ പറ്റുന്ന ഒന്ന് 45 dB എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ 45 dB എന്നുള്ളതാണ്. 50 എന്നുള്ളതും കാണാം, 45 എന്നുള്ളതാണ് ടെക്സ്റ്റ് നമുക്ക് ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ബെസ്റ്റ് മെത്തേഡ് ഓഫ് വേസ്റ്റ് മിനിമൈസേഷൻ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അണ്ടർഗ്രൗണ്ട് ഡിസ്പോസൽ, ഡംപിങ് അറ്റ് സി. സി എന്നുള്ള ഉത്തരം നമുക്ക് ഓൾറെഡി കട്ട് ചെയ്യാം. ദെൻ ലാൻഡ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് കട്ട് ചെയ്യാം. പിന്നെ അണ്ടർഗ്രൗണ്ട് ഡിസ്പോസൽ അതും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇൻസിനറേഷൻ എന്നുള്ളതാണ് ഒരു ബെസ്റ്റ് മെത്തേഡ് ആയിട്ട് പറയുന്നത്. ശരിക്കും ഇതൊരു ബെസ്റ്റ് മെത്തേഡ് അല്ല, പക്ഷെ തമ്മിൽ ഭേദം എന്നുള്ള അർത്ഥത്തിൽ നമുക്കിത് കൊടുക്കാം. വേറെ ഒന്നും ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഇൻസിനറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാണ്, ഇതിനെ കത്തിക്കുന്നതാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഇൻസിനറേഷൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകളിലുള്ള സിറിഞ്ചും അതുപോലെ തന്നെ ഈ സർജിക്കൽ ഡിവൈസുകളൊക്കെ ഉണ്ടാവില്ല, അതിനെയൊക്കെ നമുക്ക് വേറെ വീണ്ടും ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലൊക്കെ ഇൻസിനറേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാകും. അത് കേരളത്തിനടക്കം എടുത്ത് ഒഴിവാക്കണം എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള പഠനങ്ങളും മറ്റൊക്കെ വന്നിട്ടുണ്ട്. സർക്കാർ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കാനുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. എന്നിരുന്നാലും നിലവിൽ നമുക്ക് ബാക്കിയുള്ളത് അതിനേക്കാൾ പ്രശ്നമായതുകൊണ്ട് ഉള്ളതിൽ കൂടുതൽ ശരി എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യാം, പിന്നെ ഇൻസിനറേഷൻ എന്നുള്ളതിനെ നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റും. അണ്ടർഗ്രൗണ്ട് ഡിസ്പോസലും ഡംപിങ് അറ്റ് സി ഓൾറെഡി ഒറ്റയടിക്ക് നമുക്ക് തട്ടിക്കളയാം. ലാൻഡ് ഫിൽ ഓഫ് ഡിസ്പോസൽ, ഇവിടെ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് ആണെങ്കിൽ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സയന്റിഫിക് ആണ് കേട്ടോ. അങ്ങനെ പദം വരുന്നത് നോക്കണം. സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സയന്റിഫിക് ആണ്. നമ്മൾ അടിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഈ ലാൻഡ് ഫിൽ ഓഫ് ഡിസ്പോസൽ എന്ന് പറയുന്നത് എന്താണ്, വെറുതെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഉള്ള വേസ്റ്റുകൾ മുഴുവൻ കൊണ്ടുപോയി ഡംപ് ചെയ്യുക എന്നുള്ളതാണ്. ആ കുഴി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുക. സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത് അടിയിൽ കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനെ ഓരോ തട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓരോ തട്ടിലും വേസ്റ്റ് ഇട്ട് അത് നിറച്ച് അതിന്റെ മുകളിൽ മണ്ണിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുന്ന ഭൂമിന്റെ അടിയിലേക്ക് അതിന്റെ ലീച്ചേറ്റ് എന്നൊരു പദം ഉണ്ടാവും. ഈ ബാറ്ററികളിൽ നിന്ന് മറ്റൊക്കെ ഒലിച്ചിറങ്ങുന്ന വേസ്റ്റ് വാട്ടർ, അതായത് ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ ആണ്. അപ്പൊ ബാറ്ററി ഒക്കെ കുറെ കാലം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ മെർക്കുറിന്റെ മറ്റു സാധനങ്ങളൊക്കെ വരുമല്ലോ, അതിനാണ് നമ്മൾ എന്ത് പറയാ, പിന്നെ ലീച്ചേറ്റ് എന്നൊരു പദം ഉപയോഗിക്കുക. എവിടെയെങ്കിലും ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ അതുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഓക്കെ.